ഹലോ ഫ്രണ്ട്സ്, അഡോബി ഇല്ലസ്ട്രേറ്ററിൽ ഇതുവരെ നമ്മൾ പ്രധാനപ്പെട്ട പല ടൂളുകൾ പഠിച്ചു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഓപ്ഷൻസുകൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ വർക്കുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഈ ഒരു പാർട്ട് മുതൽ, അതായത് പാർട്ട് 13 മുതൽ ഇനി നമുക്ക് മെനു ഓപ്ഷൻസ് ആണ് പരിചയപ്പെടാനുള്ളത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മെനു ഓപ്ഷൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് പാർട്ടുകളിലൊക്കെ പറഞ്ഞതാണ്. ഈ ടോപ്പിൽ കാണുന്ന നമ്മൾ മൗസ് ഇവിടെ ഓവർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഡ്രോപ്പ് ഡൗൺ മെനൂസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ മെനു ബാർസ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫയൽ മെനു ആണ്. ഈ ഫയൽ മെനുവിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളൊരു ബേസിക് ലെവലിൽ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും കവർ ചെയ്യണമെന്നില്ല. നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഒരുപാട് ഓപ്ഷൻസും ഇതിലുണ്ട്. എന്നിരുന്നാലും ഒരു 80% കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അത് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഫയൽ മെനുവിൽ ഫസ്റ്റ് കാണുന്നത് ന്യൂ ആണ്. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് പാർട്ട് മുതൽ പല വർക്ക് ചെയ്യാനും ഈ ഒരു കമാൻഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ലസ്ട്രേറ്ററിൽ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഒരു ന്യൂ ഡോക്യുമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിലാണ് ഫയലിൽ ന്യൂ കൊടുക്കുന്നത്. കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് എന്നാണ് അതിന്റെ ഷോർട്ട് കീ വരുന്നത്. സോ ഞാനത് എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരുവിധം എല്ലാവർക്കും അറിയാം. പുതിയൊരു പേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ന്യൂ ഫ്രം ടെംപ്ലേറ്റ്സ് ആണ്. ന്യൂ ഫ്രം ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഒരുപാട് ബ്ലാങ്ക് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. അതായത് ഇൻബിൽറ്റ് ആയിട്ട് ഇല്ലസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രോഷറിന്റെ ടെംപ്ലേറ്റ്സ്, ഒരു 3 ഫോൾഡ് ബ്രോഷർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പർട്ടിക്കുലർ സൈസിലുള്ള ആ ഒരു ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്കിതിൽ ഡീഫോൾട്ട് ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ബിസിനസ് കാർഡുകൾ, ടീഷർട്ടുകൾ, സ്റ്റേഷനറി, അങ്ങനെ ഒരുപാടുണ്ട്. അത് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ടിന്റെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ പുതിയതായിട്ട് വരച്ചെടുക്കാതെ തന്നെ നമുക്കൊരു ആർട്ട് വർക്ക് ഒക്കെ പ്ലേസ് ചെയ്ത് കളറൊക്കെ കൊടുത്തിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. സോ അപ്പൊ അതാണ് ന്യൂ ഫ്രം ടെംപ്ലേറ്റ് എന്നുള്ള ഈ ഒരു മെനു. ഫയൽ മെനുവിൽ നെക്സ്റ്റ് വരുന്ന ഒന്നാണ് ഓപ്പൺ എന്നുള്ള ഈ ഒരു കമാൻഡ്. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇല്ലസ്ട്രേറ്ററിന്റെ ഫസ്റ്റ് പാർട്ട് മുതലുകൾ തന്നെ പല വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇല്ലസ്ട്രേറ്ററിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫയലിനെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് ഒരു ഇമേജോ അതല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ ഫയൽ തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇല്ലസ്ട്രേറ്ററിന്റെ ബേസിക് ആയിട്ട് പഠിച്ച പല ആളുകൾക്കും അറിയുന്നതാണ്. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പൺ റീസെന്റ് ഫയൽ. അതായത് നമ്മൾ മുൻപ് ഓപ്പൺ ചെയ്ത് വെച്ച ഒരുപാട് ഫയൽസിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് മീൻസ് 20 എണ്ണാണ് ഇപ്പൊ ഞാനിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. 0 to 30 വരെ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാം. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് മെനു പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനിതിൽ 20 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് മുൻപ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഫയൽസിനെ ഒരിക്കൽ കൂടി ഇതിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ ഓപ്പൺ ചെയ്തൊരു ഫയൽ സേവ് ചെയ്തതിന് ശേഷം ആ സേവ് ചെയ്ത പാത്ത് നമ്മൾ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓപ്പൺ റീസെന്റ് ഫയൽ എന്നുള്ള ഈ ഒരു കാറ്റഗറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ബ്രൗസിംഗ് ബ്രിഡ്ജ് എന്നുള്ള മറ്റൊരു മെനു ആണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നല്ല, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു മെനു ഓപ്ഷൻ അല്ല ഇത്. അതായത് ബ്രിഡ്ജ് എന്നുള്ളത് മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് ഫയൽസിനെ ബ്രൗസ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്. സോ അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്രിഡ്ജിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫയൽ മെനുവിൽ വരുന്നത് ക്ലോസ് എന്നുള്ള ഈ ഒരു കമാൻഡ് ആണ്. ക്ലോസിന്റെ പ്രത്യേകത പേര് പോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ നിലവിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് അല്ലെങ്കിൽ Ctrl+W അടിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ആക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ ക്ലോസ് കൊടുത്തപ്പോൾ സേവ് ചേഞ്ചസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കളയാം. അപ്പൊ അത് സാധാരണ നമ്മൾ ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ അത് സെപ്പറേറ്റ് ഒരു കമാൻഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് സേവ് ആണ്. ഈ പറയുന്ന ഓപ്ഷൻസും നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ഫയൽ മെനുവിലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ പല ക്ലാസ്സിലും ഉപയോഗിച്ചത് തന്നെയാണ്. പക്ഷെ ഫയൽ മെനു പരിചയപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ സേവിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. നിലവിലുള്ള ഒരു ഡോക്യുമെന്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി സേവ് ആസ് ചെയ്ത ഒരു സാധനത്തിന് വീണ്ടും നമുക്ക് സേവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ Ctrl+S കൊടുത്ത് നമ്മൾ ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ സേവ് കൊടുക്കും. ദെൻ സേവാസിലേക്ക് വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ഒരു ഫയലിനെ ഫസ്റ്റ് ടൈം ആയിട്ട് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് സേവാസ്. Shift+Ctrl+S ആണ് അതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. അപ്പൊ സേവാസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്താലാണ് സാധാരണ നമ്മൾ സേവ് ഉപയോഗിക്കുന്നത് Ctrl+S വെച്ചിട്ട്. സോ അതും എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മുൻപ് എക്സ്പോർട്ടിങ്ങിന്റെ പാർട്ടിലൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞതാണ്.
നെക്സ്റ്റ് വരുന്നത് സേവ് എ കോപ്പി എന്നുള്ളതാണ്. അതായത് സേവ് ചെയ്ത ഫയലിനെ നമ്മൾ വീണ്ടും കോപ്പി ആയിട്ട് ഒരിക്കൽ കൂടി സേവ് ചെയ്യണമെങ്കിൽ ആ ഒരു കമന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ സേവ് ചെയ്ത ഡോക്യുമെന്റിനെ വീണ്ടും ഒരിക്കൽ കൂടി കോപ്പി ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കാം. ദെൻ സേവ് എ കോപ്പി എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സേവ് ആസ് എ ടെംപ്ലേറ്റ് എന്നുള്ള മറ്റൊരു ഓപ്ഷനാണ്. അപ്പോൾ ഓൾറെഡി മുൻപ് ഞാൻ ബ്ലാങ്ക് ടെംപ്ലേറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ അത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കുന്നു. ഫയൽ വന്നു കഴിഞ്ഞാൽ സേവ് ആസ് എ ടെംപ്ലേറ്റ്. സോ ടെംപ്ലേറ്റ് എടുക്കുന്നു, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ പേരിൽ നമ്മൾ സേവ് ചെയ്യുന്നു. സോ അതും സിമ്പിൾ ആണ്, കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് സേവ് സെലക്ടഡ് സ്ലൈസ്. അത് ആക്റ്റീവ് അല്ല. അത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ ലോഗോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കാണിക്കാം എന്താണ് സേവ് സെലക്ടഡ് സ്ലൈസ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ മാസ്റ്റർ മീഡിയ എന്നുള്ള ഈ ഒരു പോർഷൻസ് മാത്രം ഒന്ന് സ്ലൈസ് ചെയ്തു. സ്ലൈസ് ടൂൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു പോർഷൻ മാത്രം ഞാനിവിടെ സ്ലൈസ് ചെയ്തു. ഇനി നമ്മൾ ഫയലിൽ വന്നിട്ട് സേവ് സെലക്ടഡ് സ്ലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ലൈസ് ചെയ്ത പോർഷനെ മാത്രം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് തന്നെ ഇമേജ് എന്നുള്ള ഒരു ഫോൾഡറിലാണ് ഈ ഫയൽ സേവ് ആയിരിക്കുക. മാത്രമല്ല ജിഫ് ഫോർമാറ്റിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പൊ ഞാനിവിടെ മാസ്റ്റർ മീഡിയ എന്നുള്ള ആ ഒരു പേര് കൊടുത്തു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫയലിൽ ഓപ്പൺ എടുത്തു. ഞാൻ ഡോക്യുമെന്റിലാണ് സേവ് ചെയ്തത്. ഡോക്യുമെന്റ് സെലക്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് എന്നുള്ള സെപ്പറേറ്റ് ഒരു ഫോൾഡറിലാണ് ഇത് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ജിഫ് ഫോർമാറ്റിൽ മാസ്റ്റർ മീഡിയ എന്നുള്ള ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡോക്യുമെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷൻസ്, ഞാനിപ്പോൾ ഇവിടെ ലോഗോ ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് അത് കാണിച്ചത്. ഇപ്പൊ നിങ്ങളൊരു ബ്രോഷറോ ഫ്ലെയറോ ഒക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് അത് ചെയ്യാവുന്നതാണ്. സ്ലൈസ് ടൂൾ ഉപയോഗിക്കുക, സ്ലൈസ് ചെയ്യുക, ദെൻ സേവ് സെലക്ടഡ് സ്ലൈസ് കൊടുക്കുക. ഉദാഹരണം, നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് ക്ലയന്റ് പറയാണ് എനിക്കൊരു ആ ഒരു ഇമേജിന്റെ പോർഷൻ മാത്രം അല്ലെങ്കിൽ ആ ലോഗോന്റെ പോർഷൻ മാത്രം ഒന്ന് പെട്ടെന്ന് സെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അത് മൊത്തം സേവ് ചെയ്ത് പിന്നെ അത് ക്രോപ്പ് ചെയ്തെടുത്തൊന്നും അയക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ സ്ലൈസ് ടൂൾ ഉപയോഗിച്ച് സേവ് സെലക്ടഡ് സ്ലൈസ് എന്നുള്ള ഈ ഒരു കമാൻഡിലൂടെ നമുക്കത് ചെയ്തെടുക്കാം. ഓക്കെ, ഫയൽ മെനുവിൽ അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് റിവേർട്ട് എന്നുള്ള ഒരു മെനു ആണ്. F12 ആണ് അതിന്റെ ഷോർട്ട് കീ റിവേർട്ട്. ഇപ്പൊ റിവേർട്ട് എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു വർക്ക് ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനൊരു ഡിസൈൻ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡിസൈൻ ഒക്കെ ചെയ്തു. ഒരു സ്റ്റേജിൽ എത്തിയ സമയത്ത് ഇത് സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഞാനിപ്പോൾ ഈ ബിസിനസ് എന്നുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കളറൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇവിടെയുള്ള ഈ സാധനമൊക്കെ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം നമുക്ക് തോന്നി അത് വേണ്ട, മുൻപ് സേവ് ചെയ്തിട്ടുള്ള ആ സ്റ്റേജിലേക്ക് തന്നെ പോകണം. സേവ് ചെയ്തിട്ടുള്ള ആ സാധനം തന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഫയലിൽ വന്ന് റിവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്തിട്ടുള്ള ആ ഫയൽ ഒരിക്കൽ കൂടി ഓപ്പൺ ആവും. അതായത് എവിടെയാണോ മുൻപ് സേവ് ചെയ്തിട്ടുള്ളത് അത് മുതലുള്ള ഫയലാണ് പിന്നീട് ഓപ്പൺ ചെയ്യുന്നത്. സോ അപ്പോൾ വർക്ക് ചെയ്ത് അത് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണം എന്ന് കരുതി നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് നമുക്ക് തോന്നി വേണ്ട, മുൻപ് സേവ് ചെയ്ത ഫയൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഫയൽ റിവേർട്ട്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിവേർട്ടിന്റെ ഷോർട്ട് കീ F12 ആണ്. ഓക്കെ, അപ്പോൾ ഫയൽ മെനുവിൽ ഇതുവരെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇതിലെ പല ഓപ്ഷൻസ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടതാണെങ്കിൽ പോലും നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്ത് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ ഫയൽ മെനുവിൽ ബാലൻസ് ആയിട്ട് ഇനി പറയാനുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് പാർട്ടിൽ ക്ലാസ് 2 ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ക്ലാസ്സുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.